ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ രാജുവിനോട് ശിവനോടും പറയുന്നുണ്ട് കേട്ടോ, അവൾ എൻ്റെ ഭാര്യയായിട്ട് ഇങ്ങോട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ തന്ന ക്യാഷ് ഞാൻ നാളെ തന്നെ റീഫണ്ട് ചെയ്തേക്കാം. അതല്ല, അവൾ ഡിസ്ചാർജ് ചെയ്ത ഉടനെ നിങ്ങളുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ മറ്റ് ഫ്ലാറ്റ് എടുത്ത് വാടകയ്ക്ക് നിൽക്കാനോ തീരുമാനിച്ചാൽ നിങ്ങളുടെ പെങ്ങൾക്ക് ചികിത്സാ ചെലവിനുള്ള പണമാണെന്ന് കരുതി ഞാനത് വരവ് വെക്കുന്നൊക്കെ പറയുമ്പോൾ രാജീവൻ പറയും, ശിവേട്ടാ അയാളോട് സംസാരിച്ചിട്ട് കാര്യമില്ല, ക്യാഷ് അങ്ങോട്ട് എടുത്തു കൊടുക്കുമെന്ന്. ക്യാഷ് ഇന്ന് തന്നെ തരണം. അത് മാത്രം പോരാ, നിങ്ങൾ ഞാൻ പറഞ്ഞതായിട്ട് അവിടെ ചെന്ന് പറയണം. വൈജയുടെ ചികിത്സയ്ക്കുള്ള എല്ലാ പണവും ഞാൻ കണക്ക് പറഞ്ഞു വാങ്ങിയെന്ന് തന്നെ പറയണം. അതറിയുമ്പോഴേ ആ കട്ടിൽ നിന്ന് വൈജ പൊളയുന്നത് എനിക്ക് കാണണം. അവളുടെ രോഷവും അമർഷമൊക്കെ ഒന്നുകൂടെ ഒന്ന് തിളയ്ക്കും. അതൊക്കെ എനിക്കൊന്ന് കാണണം. അതൊക്കെയല്ലേ ഉള്ളൂ ഇനി എന്റെ ജീവിതത്തിൽ രസിക്കാൻ എന്ന് ചോദിക്കൂട്ടോ. അതൊക്കെ കേട്ടിങ്ങനെ സ്തംഭിച്ച് നിൽക്കാൻ കേട്ടോ അവര്, രാജീവനും ശിവനും. സമയത്തായിരിക്കും നമ്മുടെ ആലീനയും കൃഷ്ണമോളും പോയിട്ട് ജ്യൂസും കൊണ്ടുവരുന്നത്. അപ്പോ ശിവൻ എടുക്കുന്നുണ്ട്, രാജീവൻ എടുക്കാതെ നിൽക്കുന്നത് കാണുമ്പോൾ ബാലേന്ദ്രൻ പറയും, ജ്യൂസ് കുടിക്ക്. സ്വന്തം പെങ്ങളുടെ മകളുടെ കയ്യിൽ നിന്ന് ആദ്യമായിട്ടല്ലേ ജ്യൂസ് കുടിക്കുന്നത്, അതൊക്കെ ഒന്ന് കുടിച്ചു നോക്ക് എന്ന് പറയുന്നുണ്ട്. ആ സമയം നമ്മുടെ രോഹിത്തും ബബിതയും കൂടെ അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കാൻ കേട്ടോ. അലീനയുടെ ഭരണം തന്നെയാണല്ലോ ഇനിയും, അപ്പൊ അവളെ എങ്ങനെ ഒതുക്കാം, ഇവിടെ നിന്ന് പറഞ്ഞയക്കാം എന്നൊക്കെ ഉള്ള പ്ലാനിങ്ങോടെ നിൽക്കാണ്. എന്നപ്പോ രോഹിത് പറയുന്നുണ്ട്, നമ്മുടെ അലീനയുടെ അടുത്ത് നന്നായിട്ട് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല, അങ്കിൾമാര് അതൊക്കെ പറയും എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറ, അവൾക്ക് സ്വൈര്യം കൊടുക്കാതെ നിന്നാ മതിയല്ലോ, അത് ഞാൻ ചെയ്തോളാന്ന് പറയാനിട്ട് ബബിത. അപ്പോ നമ്മുടെ രോഹിത് പറയുന്നുണ്ട്, അവളെ കാണുമ്പോൾ തന്നെ എനിക്ക് വെറുപ്പാ, അവൾ ഉണ്ടാക്കി കൊണ്ടുവന്ന ഭക്ഷണം എനിക്ക് തുപ്പാൻ തോന്നുന്നു എന്നൊക്കെ പറയുന്നത് നമ്മുടെ കൃഷ്ണമോള് കേട്ടോണ്ട് വരിക. നിങ്ങൾ പറഞ്ഞത് ഏതായാലും ഞാൻ കേട്ടിട്ടുണ്ട്, ഇനി എങ്ങനെയാണ് നിങ്ങൾക്ക് ഭക്ഷണം തരേണ്ടതെന്ന് ഞാൻ ചേച്ചിയോട് പോയി പറഞ്ഞേക്കാം, എന്താ വേണോ എന്നങ്ങ് ചോദിക്കുമ്പോൾ നമ്മുടെ രോഹിത് കാല് മാറാൻ കേട്ടോ. രോഹിത് പറയാം, അയ്യേ ഞങ്ങളത് ദേഷ്യത്തിന് വെറുതെ പറഞ്ഞതല്ലേ. ഏതായാലും രോഹിത്തേട്ടനും ബബിതേച്ചിക്കും നല്ല സംസ്കാരം ഉള്ളത്, വിളമ്പിത്തരുന്ന ഭക്ഷണത്തെ തുപ്പുന്നതാണല്ലോ നല്ല സംസ്കാരം എന്നൊക്കെ പറയും. എടി ഞാൻ വെറുതെ പറഞ്ഞതടി, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് രോഹിത് വീണ്ടും പറയുന്നു. എൻ്റെ അമ്മ എങ്ങനെയെങ്കിലും ഒന്നിങ്ങ് വന്നാൽ മതിയായിരുന്നു, എന്നിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു, അമ്മ വന്നാൽ പിന്നെ ഒരു ഫ്ലാറ്റോ വീടോ എടുത്തിട്ട് മാറായിരുന്നു എന്നൊക്കെ അങ്ങ് പറയുന്നത് കേൾക്കുമ്പോൾ കൃഷ്ണമോള് ചിരിച്ചുകൊണ്ട് പറയും, അങ്ങനെ നിങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അത് ഇതിനേക്കാൾ വലിയ നരകത്തിലേക്കായിരിക്കും. അമ്മയുടെ സാലറി കൊണ്ട് വേണം ആ ഫ്ലാറ്റിന്റെ വാടക കൊടുക്കാൻ, കറണ്ട് ബില്ലടയ്ക്കാൻ, ഗ്യാസിന്റെ, നിങ്ങളുടെ പഠിപ്പിന്റെ എല്ലാ ചെലവും നോക്കാൻ എന്നങ്ങ് പറയുമ്പോൾ ബബിതയും രോഹിത്തും മുഖത്തോട് മുഖം നോക്കി നിൽക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ കൃഷ്ണമോള് താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ മനല്ലാ മനസ്സോട് കൂടിയിട്ട് നമ്മുടെ ബബിതയും രോഹിത്തും കൂടെ കൃഷ്ണമോളുടെ കൂടെ താഴോട്ട് പോവാണ് കേട്ടോ. അന്നേരം ബാലേന്ദ്രനും രാജീവനും ശിവനും ഒക്കെ ഡൈനിങ് ടേബിളിൽ ഇരിക്കുക. അപ്പോൾ ശിവൻ പറയുന്നുണ്ട് ബാലേന്ദ്രനോട്, അന്നേരത്തെ ദേഷ്യത്തിന് ഞാൻ എൻ്റെ മക്കളെ കൊണ്ടുപോയി, എനിക്ക് മനസ്സിലായി അത് തെറ്റായിപ്പോയെന്ന്, അതുകൊണ്ട് ഞാൻ ഇവരെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുക, അവര് വളരേണ്ടത് ഇവിടെ തന്നെയല്ലേ. അപ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ ഇതൊക്കെ കേട്ടിട്ട് മിണ്ടാതെ ഇങ്ങനെ നിൽക്കുവാണ്. ആ സമയം രാജീവൻ പറയുന്നുണ്ട് കേട്ടോ, എനിക്ക് നിങ്ങളോടാ പറയാനുള്ളത്, നിങ്ങളെ ഇനി നിങ്ങളുടെ അച്ഛനനുസരിച്ച് ജീവിക്കണം. അമ്മയ്ക്ക് കുറച്ച് പിടിവാശിയാണ് മുന്നിൽ, അപ്പൊ അമ്മയുടെ കൂടെ നിങ്ങൾ നിൽക്കണ്ട. അവരുടെയൊക്കെ വാശിക്ക് മുൻപിൽ നിങ്ങളെ പോലും വൈജ തള്ളിക്കളയാനും മതി. അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഒരുമിച്ച് ജീവിക്കണം, അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രോഹിത് നേരെ മുകളിലേക്ക് കയറിപ്പോവാണ്. ബബിത ആ ഒരു വിസിറ്റിംഗ് റൂമിൽ പോയിരിക്കുവാണ് കേട്ടോ. ഇവരുടെ രണ്ടുപേരുടെ ഈ പ്രവൃത്തി കാണുമ്പോൾ തന്നെ നമ്മുടെ ബാലേന്ദ്രൻ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ആരോട് പറയാനെന്ന്. അപ്പോഴേക്കും നമ്മുടെ അലീന പോയിട്ട് ഇവർക്ക് കൊടുത്ത ഫ്രഷ് ജ്യൂസ് ഉണ്ടല്ലോ, അതിലൊരു കപ്പ് എടുത്തുകൊണ്ട് നമ്മുടെ ബബിതയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വരുവാ. അപ്പോൾ ബബിത അലീനയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയും, എനിക്ക് വേണ്ടാന്ന്. ഞാനുണ്ടാക്കിയത് കൊണ്ടാണോ? ഇവിടെ ഞാനുണ്ടാക്കിയത് തിന്നല്ലാതെ ജീവിക്കാൻ വളരെ പ്രയാസമാണെന്ന് പറയും. അത് പറയുന്നത് കേട്ടതോടെ നമ്മുടെ ബബിത അവിടുന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ആ ഒരു ട്രേയും ഗ്ലാസും കൂടെ ഒപ്പം തട്ടിയിടുകയാണ് കേട്ടോ. ആ ശബ്ദം കേട്ട് നമ്മുടെ ബാലേന്ദ്രൻ തിരിഞ്ഞു നോക്കി, എന്താ അവിടെ അലീന എന്ന് ചോദിക്കുകയാണ്. അലീനയ്ക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ, കാരണം സ്വന്തം കൺമുന്നിലാണ് ഇത് നടക്കുന്നത്. എന്നിട്ട് ബാലേന്ദ്രൻ അങ്ങോട്ടേക്ക് പോവേ. എന്നിട്ട് എന്താ പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ ബബിത പറയും, ഞാനിത് തട്ടിക്കളഞ്ഞതാ, നിനക്ക് വേണ്ടെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ വേണ്ട എന്ന് പറഞ്ഞതാ, പക്ഷെ ഇവള് പറയാ അവളുണ്ടാക്കിയ ഭക്ഷണം മാത്രമേ ഇവിടുന്ന് കഴിക്കാൻ കിട്ടത്തുള്ളൂ എന്ന്. അത് സത്യമല്ലേ, അവളുണ്ടാക്കുന്ന ഭക്ഷണം മാത്രമേ ഇവിടെ കിട്ടത്തുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ബബിതയ്ക്ക് ദേഷ്യം പിടിക്കാണ്. നേരെ റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴേക്കും ബബിത ഒന്നവിടെ നിൽക്കുമെന്ന് പറയാനിട്ട് ബാലേന്ദ്രൻ, നിനക്ക് ശരിക്കും ഈ കൈ വീശൊന്ന് തരുക വേണ്ടത്, അതേതായാലും ഇപ്പൊ തരുന്നില്ല, നീ തട്ടിയിട്ട ഗ്ലാസ് അല്ലേ ഇത്, നീ തന്നെ തൂത്ത് വൃത്തിയാക്ക് എന്ന് പറയുമ്പോൾ ബബിത പറയും, എനിക്ക് പറ്റത്തില്ല എന്ന്, നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോളോട് ചൂലെടുത്തുകൊണ്ട് വരാൻ
ആവശ്യപ്പെടുന്നു. അതും കൂടി കാണുമ്പോൾ രാജീവൻ പറയും, എന്തിനാ മോളെ ഇങ്ങനെയുള്ള അഹങ്കാരമൊക്കെ കാണിക്കുന്നത്? നീ ചെയ്തത് ഞങ്ങൾ കണ്ടു നിന്നിട്ട് പോലും ഞങ്ങൾക്ക് നിന്നെ അടിക്കാൻ വേണ്ടിയിട്ട് തോന്നുന്നുണ്ട്. അതും കൂടെ കേൾക്കുമ്പോൾ ബബിത നേരെ അലീനയെ തുറച്ചു നോക്കുവാണേ. എന്നിട്ട് പിന്നെ അവിടെ കണ്ട ആ കുപ്പി കഷ്ണങ്ങളൊക്കെ ആ ട്രേയിലേക്ക് പെറുക്കിയിടുകയാണ്. എന്നിട്ട് അവിടെ വൃത്തിയാക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ അലീനയാണ് കാണിക്കുന്നത്. അലീന കുറച്ച് പച്ചക്കറി കഴുകിയ വെള്ളം തോന്നുന്നു പുറത്തേക്ക് എടുത്ത് ചെടിയുടെ ചുവട്ടിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. ആ സമയത്താണ് നമ്മുടെ മനുവേട്ടൻ വരുന്നത്. അങ്ങനെ മനു വരുമ്പോൾ കയ്യിൽ മീനിന്റെ കവറുണ്ട്. അങ്ങനെ അലീനയ്ക്ക് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അലീന ചോദിക്കും, ഇതെന്തുവാന്ന്? ഇത് മീനാന്ന് പറയുമ്പോൾ, അയ്യോ ഞാൻ വെറുതെ പറഞ്ഞതല്ലേ, ഇതൊന്നും വാങ്ങേണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, ഒരെണ്ണം വെച്ച് തന്നാലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് മനു ഇങ്ങനെ അലീനയുടെ അടുത്തേക്ക് പോകുന്നു. ആ സമയത്ത് അലീന ചോദിക്കും, ഇത് എന്ത് മീനാന്ന്? ഇത് കടൽ മീൻ, വാലും തലയും കളഞ്ഞ എല്ലാ മീനും ഒരുപോലെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അത് കൊള്ളാലോ എന്ന് പറഞ്ഞ അലീന ചിരിക്കുവാണേ. ഇത് കട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ, അവർ കട്ട് ചെയ്യണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എല്ലാം ചെയ്തിട്ട് തന്നാ മതിയെന്ന്. ഹാവോ, അതേതായാലും ഞാൻ രക്ഷപ്പെട്ടു, അല്ലെങ്കിലേ ഞാൻ കഷ്ടപ്പെട്ടേനെ എന്ന് മനുവിനോട് പറയുമ്പോൾ മനു പറയും, എന്തായാലും ഇത് വറുത്തും കറി വെച്ചും ഒക്കെ ഡൈനിങ് ടേബിളിൽ എത്തിച്ചോ എന്ന് പറഞ്ഞ് അങ്ങ് പോവാണ്. അങ്ങനെ അലീന മനു പറഞ്ഞതുപോലെ തന്നെ എല്ലാം ചെയ്ത് ഡൈനിങ് ടേബിളിൽ വെക്കുന്നു. അങ്ങനെ എല്ലാവരും ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുവാണ്. കൃഷ്ണമോളും അലീനയും കൂടെയാണ് കേട്ടോ വിളമ്പി കൊടുക്കുന്നത്. അപ്പൊ അവരോടും കൂടി ഇരിക്കാൻ പറയുമ്പോൾ അവര് പറയും, നിങ്ങൾ തിന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് തിന്നോളാം എന്ന്. അപ്പോ നമ്മുടെ മനു പറയുന്നുണ്ട്, എല്ലാ കറികളും സൂപ്പർ ആയിട്ടുണ്ട് അലീന എന്ന്. അത് കേൾക്കുന്ന കൃഷ്ണമോള് പറയുന്നുണ്ട്, അയ്യോടാ അവിടേക്ക് മാത്രം സൂപ്പറാന്ന് പറയണ്ട, ഞാനും കൂടെ ചേർന്നിട്ടാ ഇതൊക്കെ വെച്ചുണ്ടാക്കിയേ ആണോടി, എന്നാ നിനക്കും ഇരിക്കട്ടെ ഒരു താങ്ക്സ് എന്ന് പറയുന്നുണ്ട് മനു. അങ്ങനെ എല്ലാരും കൂടി ഭക്ഷണമൊക്കെ കഴിച്ച് എഴുന്നേറ്റ് പോകുന്നതിന് മുൻപ് തന്നെ രാജീവനും ശിവനും ബാലേന്ദ്രനോട് പറയുന്നുണ്ട്, ഞങ്ങൾ ഇവിടെ വന്ന കാര്യം എല്ലാതും നിന്നോട് പറഞ്ഞു കഴിഞ്ഞു. നിനക്ക് ഞങ്ങൾ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ട് എങ്കിൽ ഈ കുടുംബത്തെ മുന്നോട്ട് തന്നെ കൊണ്ടുപോവാൻ ശ്രമിക്കണം എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയും, അതെ എന്നോട് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, ഹോസ്പിറ്റലിൽ കിടക്കുന്ന നിങ്ങളുടെ പെങ്ങളോട് കൂടി പറയണം ആരാണ് അനുസരിക്കേണ്ടതെന്നും ആരാണ് താന്നു കൊടുക്കേണ്ടതെന്നും എല്ലാം ചെന്ന് പറ, അവൾക്കത് മനസ്സിലായ അതല്ലേ നല്ലത്. അപ്പോൾ ശിവന്റെ ഈ വർത്താനൊക്കെ കേൾക്കുമ്പോൾ തന്നെ മനു വന്നിട്ട് പറയുന്നുണ്ട്, അങ്കിളിനോട് നമുക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു, ഇനിയും സംസാരിക്കുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശിവൻ വീണ്ടും എന്തൊക്കെയോ പറയാൻ വേണ്ടിയിട്ട് തുടങ്ങുമ്പോഴേക്കും മനു തടയുന്നു. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, കേട്ടോ തടയേണ്ട മനു, പറയേണ്ടതൊക്കെ പറഞ്ഞോട്ടേന്ന്. അങ്ങനെ അവര് പോകാൻ വേണ്ടിട്ട് നിൽക്കുവാണ്. അപ്പൊ ശിവൻ ബാലേന്ദ്രന്റെ അടുത്ത് പറയുന്നുണ്ട്, കേട്ടോ നിനക്കേ 3 പെൺമക്കളാണുള്ളത്, അപ്പോൾ അവരെ ഒരു കരയ്ക്ക് അടുപ്പിക്കണമെങ്കിൽ അത്യാവശ്യം പണിയുണ്ട്. അതിനിടയ്ക്ക് നീ വൈജയുടെ ദുർവാശിക്ക് മുൻപിൽ ഇങ്ങനെ നിന്ന് കളയേണ്ടതല്ലല്ലോ നിന്റെ ലൈഫ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ശിവൻ അങ്ങ് പോകുമ്പോൾ രാജീവൻ ബാലേന്ദ്രന്റെ അടുത്ത് പറയുന്നുണ്ട്, ശിവേട്ടൻ പറഞ്ഞത് തന്നെ എനിക്കും പറയാനുള്ളതെന്ന് പറഞ്ഞിട്ട് അവരും പോവാണേ. അപ്പോൾ അവർ പോയി കഴിഞ്ഞതിന് ശേഷം മനു വന്നിട്ട് പറയുന്നുണ്ട്, അവർ പറഞ്ഞൊന്നും കാര്യമായിട്ട് എടുക്കണ്ട അങ്കിള് പോയി റെസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ ബാലേന്ദ്രൻ പറയും, അവർക്ക് മറുപടി കൊടുക്കാൻ അറിയാഞ്ഞിട്ടല്ല, അവർ പറഞ്ഞത് കേട്ടില്ലേ നീ, ബാലേന്ദ്രന് 3 പെൺമക്കളാണെന്ന് പറയാനേ കുറച്ചെങ്കിലും ഉളുപ്പ് വേണ്ടേ എന്നും പറഞ്ഞ് ബാലേന്ദ്രന്റെ റൂമിലേക്ക് പോകുകയാണ്. അതിനുശേഷം നമ്മുടെ അലീനയും കൃഷ്ണമോളും കൂടെ ഭക്ഷണം കഴിക്കുകയാണ്. അവിടേക്ക് മനു എത്താണ്. അപ്പോഴേക്കും അലീന പോയി കൈ കഴുകാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ മനു കൃഷ്ണയോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ഭക്ഷണം എന്ന്. അയ്യോ കഴിച്ച് വയറ് പൊട്ടാറായി എന്ന് പറയുന്നു. അപ്പോഴേക്കും അലീനയും കൂടെ അവിടെ വന്നിരിക്കുന്നുണ്ട്. അപ്പൊ മനു പറയും, അല്ല ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് സോൾവ് ആക്കി എടുക്കണ്ടേ, രോഹിത്തും ബബിതയൊക്കെ തിരിച്ചു വന്നു, പക്ഷെ അവര് നമ്മളെ വഴിക്ക് വരുന്നില്ലല്ലോ, അവർക്ക് അവരുടെ പാട് നമുക്ക് നമ്മുടെ പാട് എന്ന രീതിയിലാണല്ലോ എന്ന് പറയുന്നുണ്ട് മനു. അപ്പോ അലീന പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അവർക്ക് ഇത് ശരിയാണെന്ന് തോന്നുന്നുണ്ടാകും, ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഞാൻ അവരെ നിയന്ത്രിക്കാനും പോകത്തില്ല, അതായിരിക്കും അവരുടെ ഉദ്ദേശം എന്ന് അലീന പറയാണേ. അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, ഇതൊന്നും അച്ഛൻ്റെ അടുത്ത് നടക്കത്തില്ല, അച്ഛൻ 2നെ എടുത്ത് പറപ്പിക്കും എന്നൊക്കെ പറയുമ്പോൾ മനു പറയുന്നുണ്ട്, 2 പേര് 2 തോണിയിൽ നിന്ന് ഫൈറ്റ് ചെയ്യുമ്പോൾ ഇതെങ്ങനെ ഒന്ന് കരക്കി അടുപ്പിക്കാനായെന്ന്. ഇത് കേട്ട് നമ്മുടെ മനു പറയുന്നുണ്ട്, ശരിക്കും ഇതിന് പരിഹാരമായിട്ടേ വൈജാൻറ്റി ഇവിടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നതാ, എല്ലാം ഒന്ന് അറിയുമ്പോൾ ഒന്ന് ആൻറ്റി ഒതുങ്ങുമായിരിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ അലീന പറയും, നമ്മൾ വിചാരിച്ച പോലെയല്ല മനേട്ടാ, എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മാഡം പൊട്ടിത്തെറിക്കായിരിക്കും. അപ്പോൾ മനു പറയുന്നുണ്ട്, അങ്കിളിന് ഇതെല്ലാം അറിഞ്ഞിട്ടാണ് ഇപ്പോൾ ആൻറ്റിയുടെ കൂടെ നിൽക്കുന്നതെന്ന് അറിയുമ്പോൾ ചിലപ്പോൾ ആൻറ്റി തകർന്നു പോകുമായിരിക്കും എന്നൊക്കെ പറയുന്ന ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് കഴിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ.